മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുകയായിരുന്നു. പ്രധാനമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇൻഡ്വെല്ലിംഗ് ഓഫ് ദ സ്പിരിറ്റ്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചാണ് നമുക്കൊരു സെൻസ് ഓഫ് സെക്യൂരിറ്റി തരുന്നു, ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി തരുന്നു. രണ്ടാമത് എ മോട്ടിവേഷൻ ടു പ്രാക്ടീസ് ദ പ്രസൻസ് ഓഫ് ഗോഡ്, അത് നമുക്കുണ്ടാവുന്നു. മൂന്നാമത് സെൻസിറ്റീവ് ടു ദ സിൻസ് അഗൻസ്റ്റ് ഗോഡ്. ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുന്നതുകൊണ്ടാണ്. അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മൾ വിശ്വസിക്കുകയും വസിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇനിയും ഇത് രണ്ട് രീതിയിൽ ഇത് പ്രവർത്തിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മുടെ ഉള്ളിലുള്ള ശക്തിയും പുറമേയുള്ള ശക്തിയും, അതിനെക്കുറിച്ചാണ് ഇന്ന് ചില കാര്യങ്ങൾ സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. ഗോഡ് ഈസ് എ ലിവിങ് ഗോഡ്. ദൈവം ജീവിക്കുന്ന ഒരു ദൈവമാണ്. നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഉള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയുള്ളൂ. അതുകൊണ്ട് അതിന് നമ്മൾ പറയുന്നത് എന്തോ മെറ്റീരിയൽ വേൾഡ്, ഈ ലോകപരമായിട്ടുള്ള കാര്യങ്ങൾ, അത് മാത്രമേ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ ഇന്ദ്രിയങ്ങളുണ്ട്. എന്നാൽ ആത്മാവിൻ്റെ തലങ്ങൾ, അല്ലെങ്കിൽ ഇതല്ലാതൊരു സ്പിരിച്വൽ വേൾഡ് ഉണ്ട്. അതിനകത്താണ് ആത്മാവും അതിൻ്റെ കാര്യങ്ങളുമൊക്കെ വർക്ക് ചെയ്യുന്നത്. പിശാചും അതുപോലെ തന്നെ ഒരു നമുക്കറിയാൻ വയ്യാത്തൊരു ലോകത്തിൽ ആണല്ലോ ഉള്ളത്. അതുകൊണ്ട് പിശാചിൻ്റെ പ്രവർത്തനം ഈ ലോകത്തിൽ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുമ്പോൾ അതിനോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ മറന്നു പോരുത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എപ്പോഴും എക്സീഡ് ചെയ്യുന്നു, പിശാചിൻ്റെ പ്രവർത്തനത്തെ എക്സീഡ് ചെയ്യുന്നു. അവിടെയാണ് ക്രിസ്തീയ ജീവിതത്തിലൊരു സക്സസ്സും ഗ്രോത്തും വരുന്നത്. അല്ലാതെ ഒന്നും ഉണ്ടാവുകയില്ല. ജഡത്തെ ജയിക്കുവാനായിട്ട്, ജഡത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചാണ്. ജഡത്തെ ജയിക്കുവാനായി പരിശുദ്ധാത്മാവ് ആവശ്യമാണ്. അത് പരിശുദ്ധാത്മാവിൽ നടന്നാൽ മാത്രമേ നമുക്ക് ജഡത്തെ ജയിക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുകയോ അല്ലെങ്കിൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ നമുക്ക് അതിനെ തളർത്തുകയോ ചെയ്യണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രോമിനൻ്റായിട്ട് നമ്മളിൽ ഉണ്ടാവണം. അപ്പോൾ നമുക്കൊരു ഇന്നർ സ്ട്രെങ്ത് അകമേയുള്ളൊരു ശക്തി പരിശുദ്ധാത്മാവിൽ നമുക്ക് വരും. പഴയ നിയമത്തിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇടയ്ക്കൊക്കെ വരികയും പോവുകയും ചെയ്ത അനുഭവങ്ങളാണുള്ളത്. ഓരോ അസൈൻമെൻറ്റിന് വേണ്ടി, ഓരോ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഓരോരുത്തരുടെ മേലിലേക്ക് വരുന്നു. വന്നിട്ട് പരിശുദ്ധാത്മാവിനാൽ അത് ചെയ്തു തീർക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. ദാവീദ് സാധാരണ മനുഷ്യനായിരുന്നു. നമുക്കറിയാം ദാവീദ് സാധാരണ മനുഷ്യനാണ്. ഈ സാധാരണ ഒരു ബാലനെ സംബന്ധിച്ചിടത്തോളം അവന് കരടിയെ കൊല്ലുക, അതുപോലെ ഒരു സിംഹത്തെ കൊല്ലുക എന്നൊക്കെ പറയുന്നത് സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പാടാണ്. അതിൽ വേട്ടയാടുന്നവർക്കും അതിനുള്ള സ്പെഷ്യൽ എക്യുപ്മെൻറ്റ്സ് ഉള്ളവർക്കൊക്കെ പറ്റുമായിരിക്കും. എന്നാൽ ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്ത ഒരു കുലമായിരുന്നു. അത് ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ദാവീദ് ജീവിച്ച് പോകണം എന്നും ദൈവം ആഗ്രഹിച്ചിരുന്നു. കാരണം ദാവീദിൻ്റെ കുലത്തിൽ നിന്നാണല്ലോ യേശുക്രിസ്തു പിന്നീട് വരുന്നത്. അന്നേരം ആ ഒരു രീതിയിൽ ദാവീദിനെ ദൈവം തിരഞ്ഞെടുക്കാനായിട്ട് ദൈവം ആഗ്രഹിച്ചു. അതുകൊണ്ട് ദൈവം അതിനുള്ള എംപവർമെൻറ്റ് കൊടുത്തു. ഈവൻ നോട്ട് ഓൺലി ഇൻറ്റേർണൽ ബട്ട് എക്സ്റ്റേണൽ, പുറമേയുള്ള ശക്തിയും കൊടുത്തു. അതുകൊണ്ടാണ് ഇതൊക്കെ കൊല്ലാനായിട്ട് പറ്റിയത്. ശിംശോനെ കുറിച്ച് നമുക്കറിയാം. ജഡ്ജസ്, ന്യായാധിപന്മാർ 13 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ ശിംശോനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവൻ്റെ ശരീരത്തിൽ വരുമ്പോൾ അവൻ ഒറ്റയാൾ പട്ടാളമായി ശത്രുക്കളെ തുരത്തും. അവനൊരു സാധാരണ മനുഷ്യനായിരുന്നു. എന്തോ ബോഡി ബിൽഡറോ അങ്ങനെയുള്ളതൊന്നും അല്ല, സാധാരണ ഒരു മനുഷ്യനായിരുന്നു ശിംശോൻ. ഒരു കഴുതയുടെ പച്ചത്താടിയിൽ കൊണ്ട് ഫെലിസ്തീനെ മുഴുവൻ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തി വരുമ്പോൾ അവൻ സാധാരണ മനുഷ്യത്തിൽ നിന്ന് ഒരു സൂപ്പർമാനായി, ആർക്കും പരാജയപ്പെടുത്താൻ സാധ്യമല്ലാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി മാറും. ഫെലിസ്തീയ സൈന്യത്തിന് മുമ്പിൽ ജയിച്ച ശിംശോൻ പിന്നീട് പരാജയപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നു. കാരണം എന്താണ്? അവനൊരു ഇന്നർ സ്ട്രെങ്ത് ഇല്ലായിരുന്നു, ഉള്ളിലുള്ള ബലമില്ലായിരുന്നു. പുറമേ വലിയ ബലമായിരുന്നു. സൈന്യങ്ങളെയൊക്കെ ജയിച്ചവൻ ഒരു സ്ത്രീയുടെ മുമ്പിൽ പരാജയപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇന്നർ സ്ട്രെങ്ത് ഇല്ല. ശത്രുക്കൾ അവസാനം
ശിംശോനെ ബന്ധിച്ച് അവൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് കുരങ്ങനെ പോലെ കളിപ്പിച്ചതും എല്ലാം നമ്മൾ വായിക്കുന്നു. പരിശുദ്ധാത്മാവൻ ഉള്ളപ്പോൾ അകത്ത് ശക്തി പ്രാപിക്കും, പുറത്തും ശക്തി നമുക്ക് കിട്ടും. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേകത. അകത്തും ശക്തി. പഴയ നിയമത്തിലുള്ള കാര്യങ്ങൾ, പുതിയ നിയമത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഇപ്പം പറയുന്നത്. പഴയ നിയമത്തിലെ ഇങ്ങനെ ശിംശോനെ പോലെ ഉള്ളൊരു വ്യക്തി പുറത്ത് ശക്തി ഉണ്ടായിരുന്നു, ആന്തരികമായിട്ടുള്ള ശക്തി അവനില്ലായിരുന്നു. ആന്തരികമായിട്ടുള്ള ശക്തി വന്നെങ്കിൽ മാത്രമേ ആത്മാവിൻ്റെ ശക്തി നമ്മളിലെ പ്രവഹിക്കുകയും പാപത്തിൽ ഇന്ന് സക്സസ്ഫുള്ളായി അല്ലെങ്കിൽ പാപത്തെ ജയിക്കാനായിട്ട് നമുക്ക് സാധ്യമാവുകയും ചെയ്യും. അല്ലെങ്കിൽ പാപത്തിൽ വീണ് നശിച്ചു പോകും. എക്സ്റ്റേണൽ ശക്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജോസഫിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ജോസഫ് ഒരുപാട് പ്രയാസങ്ങൾ കൂടി കടന്നുപോയി. അവസാനം എന്താണ്? പോത്തിഫറിൻ്റെ വീട്ടിൽ ചെന്നു. പോത്തിഫറിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവന് ആന്തരികമായ അകത്ത് ശക്തി ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ സ്വാധീനിച്ച ദുഷ്ടയായ പോത്തിഫറിൻ്റെ ഭാര്യയെ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനായിട്ട് യോസഫിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അവിടെ സംഭവിച്ചത് അകമേയുള്ള ശക്തിയാണ്. പുറമേയുള്ള ശക്തിയൊക്കെ ഉപരിയായിട്ട് ആഭികാമ്യം അകമേയുള്ള ശക്തിയാണ്. നമ്മുടെ അകത്ത്, നമ്മുടെ ഉള്ളിൽ രക്ഷിക്കപ്പെടുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് ശക്തി തരും, പുതുജനനം തരും. പുതുജനനം നടക്കുമ്പോൾ ആ ശക്തി നമുക്ക് വരും. അതുകൊണ്ടാണ് റോമർ 8:16 നാം ദൈവത്തിൻ്റെ മക്കളെന്നും ആത്മാവ് ദാനം നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു എന്ന് പറയുന്നു. വേറൊരു വാക്യം യോഹന്നാൻ 1:12 അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം കൊടുക്കുന്നതായിട്ട് കാണുന്നു. ഇതെല്ലാം തന്നെ ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള ഒരു സാക്ഷ്യം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നു എന്നുള്ളതുകൊണ്ടാണ്. 2 കൊരിന്ത്യർ 1 21 22 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഞങ്ങളെ നിങ്ങളോട് ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അവൻ നമ്മെ മുദ്രയിട്ട് ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. ഉടമസ്ഥതയുടെ ഒരു മുദ്ര ദൈവം വെച്ചു എന്നുള്ളതാണ്. സ്റ്റാൻഡ് ഫേം ഇൻ ഫെയ്ത്ത്, അനോയിൻറ്റഡ്, സീൽഡ് ബൈ ദ സ്പിരിറ്റ്. ആത്മാവിനെ ഹൃദയങ്ങൾ പകർന്ന് ഉടമസ്ഥയുടെ മുദ്ര ദൈവം വെച്ചു തന്നു എന്നുള്ളത്. ഇനിയും വലിയ കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു എന്ന് മറന്നു പോകരുത്. വരാനിരിക്കുന്ന വലിയ കാര്യങ്ങളുടെ ഒരു ഗ്യാരൻറ്റിയാണ് പരിശുദ്ധാത്മാവ് നമ്മൾ ചെയ്തിരിക്കുന്നത്. രക്ഷിക്കപ്പെടുന്ന ഓരോരുത്തരുടെയും ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. ദൈവത്തിൻ്റെ ആത്മാവ് അകത്തിരുന്ന് നമ്മുടെ ഫേവറായി സാക്ഷ്യം പറയുന്നു. ഇവൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്. അതുകൊണ്ട് പിശാചിൻ്റെ കള്ളം വിശ്വസിക്കരുത് എന്നേ പറയുന്നു. നമ്മളൊരു ഇന്നർ സ്ട്രെങ്ത് ഉണ്ടാകണം. ദൈവത്തിൻ്റെ ആത്മാവ് വന്നിട്ട് നമ്മളൊരു ഇന്നർ സ്ട്രെങ്ത് ഉണ്ടാകണം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? 1 യോഹന്നാൻ 2:20-27 വാക്യങ്ങൾ പറയുന്നുണ്ട്: നിങ്ങളോ തൻ്റെ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലതും അറിയുന്നു. ദൈവത്തിൻ്റെ അറിവ് എന്ന് വെച്ചാൽ കാര്യങ്ങളെ ഗ്രഹിക്കാനുള്ള കഴിവ് പരിശുദ്ധാത്മാവ് നമുക്ക് തരികയാണ്. അത് തന്നെ 27 വാക്യത്തിലും അത് തന്നെ പറയുന്നുണ്ട്: അവനിൽ പ്രാപിച്ച അഭിഷേകം നിങ്ങൾ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും അത് ഫോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാൽ അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പീൻ എന്ന് പറയുന്നത്. യു ഹാവ് ആൻ അനോയിൻറ്റിങ് ഫ്രം ദ ഹോളി വൺ. നോൺ റിക്വസ്റ്റ് ടു ടീച്ച് ഹിസ് അനോയിൻറ്റിങ് ആൻഡ് നോൺ റിക്വസ്റ്റ് ടു ടീച്ച് ഹിസ് അനോയിൻറ്റിങ് ടീച്ച് അസ് വാട്ട് ഈസ് ദ റൈറ്റ്. അതുകൊണ്ട് അവനിൽ തന്നെ നിലനിൽക്കുക എന്നുള്ളതാണ്. അവൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് ചേർന്ന് സാക്ഷ്യം പറയുന്നു, ഇവൻ ദൈവത്തിൻ്റെ പൈതലാണ്, ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ളത്. അതുകൊണ്ട് ഈ ഇന്നർ സ്ട്രെങ്ത് ഈ ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ശക്തിയോടുകൂടി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പൗലോസ് എഫേസ്യർക്ക് 3 പ്രാർത്ഥിക്കുന്ന പൗലോസിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്: അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോട് ബലപ്പെടണം. അകത്തെ മനുഷ്യൻ, ഇന്നർ ബീയിങ്, ഹി മേ സ്ട്രെങ്തൻ us ഇൻ ദ ഇന്നർ ബീയിങ് ത്രൂ ഹിസ് പവർ. അവൻ്റെ
മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച ശക്തിയോട് ബലപ്പെടണം. ഇന്നർ സ്ട്രെങ്ത് അകത്തുണ്ട്, എന്നാൽ നമ്മളത് പലപ്പോഴും മറന്നുപോകും. നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളെ നോക്കി, ശരീരത്തെ നോക്കി ജീവിക്കാൻ തുടങ്ങുമ്പോഴേ അവിടെയാണ് നമ്മുടെ പരാജയം വന്നു ചേരുന്നത്. അകത്തെ മനുഷ്യരിൽ ഒരു അഭിഷേകം ദൈവം തന്നിട്ടുണ്ട്. ഈ ആത്മശക്തിയാണ് നമ്മൾ ജഡത്തെ ജയിച്ച് മുന്നിലേക്ക് പോകാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. ഇതാണ് ശരിക്കുമുള്ള ഇന്നർ സ്ട്രെങ്ത്. ഈ ഇന്നർ സ്ട്രെങ്ത് നമ്മൾ എക്സസൈസ് ചെയ്യണം. നമ്മളിലുള്ള ഇന്നർ സ്ട്രെങ്ത് നേരത്തെ പറഞ്ഞാണ് ദാറ്റ് ഈസ് പെർമനൻസി ഓഫ് ഹോളി സ്പിരിറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതാണ് അത് പെർമനൻ്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞതാണ്. അത് നമ്മളെ ഒരിക്കലും വിട്ടുപിരിയത്തില്ല. മരിച്ചാൽ പോലും നമ്മളെ വിട്ടുപിരിയാത്ത ഒരു പരിശുദ്ധാത്മാവാണ് ഉള്ളത്. സോ ഈ പരിശുദ്ധാത്മാവിനാലാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ നയിക്കപ്പെടേണ്ടത്, നമ്മളെ ഗവേൺ നമ്മളെ നടത്തപ്പെടേണ്ടത് എന്ന് നമ്മൾ മറന്നു പോകരുത്. തീർച്ചയായും ഈ ഇന്ന് പറഞ്ഞ ഭാഗങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലെ വലിയ രൂപാന്തരം ഉണ്ടാക്കട്ടെ. നമ്മൾ ഈ പരിശുദ്ധാത്മാവിനാൽ ഒരു ഇന്നർ സ്ട്രെങ്ത് പ്രാപിപ്പാനായിട്ട് നമുക്ക് സാധ്യമാകണം. നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യൻ ബലപ്പെടുവാനായിട്ട് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നമുക്ക് ഇടവരണം. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. കാരണം എക്സ്റ്റേണലായിട്ടുള്ള പല കാര്യങ്ങൾക്കും നമുക്ക് പഴയ നിയമത്തിൽ നമ്മൾ പല ശിംശോൻ്റെ ജീവിതത്തിൽ നിന്നൊക്കെ സാംസന്റെ ജീവിതത്തിൽ നിന്നൊക്കെ നമ്മൾ കേട്ട് പല കാര്യങ്ങൾ പഠിച്ചു. എന്നാൽ ശരിക്കും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നിട്ട് പ്രലോഭനങ്ങളെ അതിജീവിക്കാനായിട്ട്, അല്ലെങ്കിൽ ടെംപ്റ്റേഷൻസ് വരുമ്പോഴേ അതിൽ നിന്ന് സക്സസ്ഫുള്ളായിട്ട് രക്ഷപ്പെടുവാനായിട്ട് നമ്മുടെ ഇന്നർ സ്ട്രെങ്ത് വർദ്ധിക്കേണ്ട ആവശ്യമാകുന്നു. അതിനാൽ ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അനോയിൻറ്റിങ് നമുക്ക് ഈ ദിവസം, ഫില്ലിങ് നമുക്ക് ഈ ദിവസം ആവശ്യമാകുന്നു. അതുകൊണ്ട് ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ഇതിനെക്കുറിച്ച് ഇനിയുമുള്ള ദിവസങ്ങൾ കൂടുതലായിട്ട് ചിന്തിക്കാം. പ്രത്യേകിച്ചും ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മകൾ ഈ ദിവസങ്ങൾ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കാനായിട്ടുള്ള സമയം എടുക്കുകയാണ്. നമ്മൾ ഈ ഇന്നർ സ്ട്രെങ്ത് ഈ ദിവസങ്ങൾ നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യട്ടെ, നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടട്ടെ എന്ന് ചിന്തിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഈ സമയത്തിനായിട്ട് ഞങ്ങളതിനെ സ്തുതിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ വലിയ ശക്തി, ഞങ്ങളുടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശരീരത്തിൽ നീ വസിച്ച് കർത്താവെ വലിയൊരു ഇന്നർ സ്ട്രെങ്ത് ഈ ദിവസങ്ങൾ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രലോഭനങ്ങൾ വരുമ്പോഴേ സക്സസ്ഫുള്ളായിട്ട് അതൊക്കെ ജയിക്കുവാനായിട്ട്, കർത്താവെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച പാപങ്ങൾ വീണ്ടും വന്ന് ഉള്ളിലേക്ക് കയറുമ്പോഴേ കർത്താവെ അതിൽ നിന്ന് ശക്തി പ്രാപിപ്പാനായിട്ട് നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ കാണുന്നവരെ, പല അഡിക്ഷൻസിലായിരിക്കുന്നവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രോണോഗ്രഫി അഡിക്ഷൻ യേശുവിൻ്റെ നാമത്തിൽ അത് വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും അത് കർത്താവ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ അതിന് അടിമയായിട്ടുണ്ടെങ്കിൽ ഈ സമയത്തെ ദൈവസന്നിധിയിൽ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ദൈവം വലിയൊരു വിടുതൽ തരും. ഈ അങ്ങനെയുള്ള അഡിക്ഷന് അതിൽ നിന്ന് മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, ജീവിതത്തിലെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള വൈസസിൻ്റെ അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ കേൾവിക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ കർത്താവെ അത് കർത്താവെ ഹൃദയത്തിലെ വിശ്വാസത്തോടെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നീ അത് ഉത്തരം കൊടുക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നോർത്ത് സ്തോത്രം. കർത്താവെ, പ്രാർത്ഥന എല്ലാം നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. തുടർന്നും നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കണം. ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ചും നിറയലിനെക്കുറിച്ചുമൊക്കെയുള്ള കാര്യങ്ങളാണ് ഇനി അടുത്ത ദിവസങ്ങളിൽ സംസാരിക്കുന്നത്. നിങ്ങളിത് കാണുകയും ഇത് മനസ്സിലാക്കുകയും ഇതിൻ്റെ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യണം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.